ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇത് അടുക്കള നിൽക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എന്തോ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. യെസ്, പക്ഷെ എന്നും ഞാൻ അമ്മയെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിക്കും, എന്നിട്ട് ഞാൻ കഴിക്കും. അതാണ് എപ്പോഴും നിങ്ങൾ വീഡിയോസ് കാണുന്നത്. പക്ഷെ ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്താ ഡിഷ് എന്ന് തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവും, എങ്കിലും ഞാൻ പറയും. ഫിഷ് കറി, നമ്മുടെ തേങ്ങ അരച്ചിട്ട് മീൻകറിയാണ്. ഞാൻ ഇവിടെ ഒരു ഫിഷ് കറി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഇത് അമ്മയാണ് പറയാറ്, വേറെ ആരും ഇങ്ങനെ പറയാറ്. ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, അത്ര ഫ്ലോപ്പ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മീൻകറി ഉണ്ടാക്കുന്ന എന്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാൻ ഓർത്തു. എനിക്ക് ബേസിക്കലി മുളകിട്ട മീൻകറി ഇഷ്ടമാണ്, തേങ്ങ അരച്ചാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം. അപ്പൊ ഇവിടെ ബാക്കി എല്ലാവർക്കും മറ്റേ മുളകിട്ട ചുമന്ന കളറിയിരിക്കുന്ന മീൻകറി ഇഷ്ടം. പക്ഷെ എനിക്ക് കൂടുതൽ മറ്റേ തേങ്ങ അരച്ച. അപ്പൊ ഞാൻ ഇന്ന് തേങ്ങ അരച്ചതിന്റെ റെസിപ്പി നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ നോക്കും. ഓക്കെ, ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് എന്റെ പുറകെ തന്നെയാണ്. എല്ലാം ഞാൻ ചെയ്തത്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തതിന്റെ. അപ്പോൾ വീഡിയോയിൽ അമ്മ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാം സെറ്റ് വെച്ചത് തക്കാളി, മുളക് കണ്ടറിയാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഇത് ഉള്ളി, ഇതാണ് നമ്മുടെ ഫിഷ്, പിന്നെ ഇത് തേങ്ങ അരച്ചത്. ഇതില് എന്തൊക്കെയാ നമ്മൾ ആഡ് ചെയ്ത് എന്തൊക്കെയാ അരച്ചേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ നമ്മൾ ചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെന്താന്നുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് കുഞ്ഞിനെ നോക്കി വർത്താനം പറഞ്ഞുതരും, ബട്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മളിത് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും മീൻകറി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുക്കിംഗ് അധികം താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് മേ ബി വീഡിയോ ഒരു ബോറിംഗ് ആയിരിക്കും. സോ പ്ലീസ് ഡോണ്ട് വാച്ച്. അപ്പം കുക്കിംഗ് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. പക്ഷേ എന്നും കുക്ക് ചെയ്യാനൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ. അപ്പം ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം എന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവായിട്ട് യെസ് വീഡിയോ എടുക്കാം അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് എന്റെ മൂഡ് അങ്ങ് ഭയങ്കര ഡൗൺ ആയിപ്പോയി. എന്നാ എനിക്കറിയത്തില്ല, ആകെ മൂഡ് ഓഫ് ആയി. വേണ്ട, വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ഓർത്താണ്. പിന്നെ ഓർത്തു എടുത്തേക്കാം, ഒരു കണ്ടന്റ് ആവുമല്ലോ, ഒന്നും ഇല്ലാതിരിക്കുമ്പോ ഇടാം, അങ്ങനെ ഓർത്ത് എടുക്കുന്നതാണ്. ഇടയ്ക്ക് വീഡിയോ എടുക്കേണ്ട കിളി പോകാനൊക്കെ സാധ്യത ഉണ്ട്, എനിക്കറിയത്തില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും, എന്താ എനിക്കറിയത്തില്ല. അപ്പൊ ഓക്കെ, എന്താ ഞാൻ ആ തേങ്ങ അരപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞുതരാം. സോ ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ തേങ്ങ, ഉള്ളി, ചെറിയുള്ളി, പിന്നെ കാശ്മീരി ചില്ലിക്ക് എരിയില്ല, ഒരു കളറിന് വേണ്ടി നമ്മളിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, അല്ലാത്ത മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അരച്ചു വെച്ചേക്കുന്നതാണ് ഇത്. അപ്പൊ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അത്രയും. ഇതിപ്പോ ഞാനൊരു അരക്കിലോ അല്ല, അതിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട്. അത്രയും മീനാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് അളവെടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കണം. ഒരു 2 ഗ്ലാസ് വാട്ടർ എടുക്കുക. പിന്നെ അതിലേക്ക് പുളി. അയ്യോ, ആക്ച്വലി പുളിയുടെ പേര് എനിക്ക് അറിയായിരുന്നു, ഞാൻ മറന്നു. കൊടംപുളിയാണോ വാളംപുളിയാണോ, എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഞാൻ വിളിച്ചത് കൊടംപുളിയാ. ഓക്കെ, അപ്പൊ ഇത് കൊടംപുളി ഇരിക്കും നമ്മൾ ഓർത്താൽ മതി. അപ്പൊ കൊടംപുളി ഇത് ഭയങ്കര പുളിയുള്ള പുളിയാ, അപ്പം ഇച്ചിരി മതി. അയ്യോ സോറി, നമ്മൾ ഗ്യാസ് എത്തിച്ചു. ഓക്കെ, ഗ്യാസ് എത്തിച്ചു, വെള്ളം വെച്ചു. അതിലേക്ക് നമ്മൾ ഇത്രയും പുളി കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച്, ഇതിപ്പോ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. അപ്പൊ ഇത് ഭയങ്കര പുളിയാന്ന് നമ്മൾ സോ നമ്മൾ പുളി ഇട്ട് കൊടുത്തു. ഇനി ഇത് തിളയ്ക്കണം, തിളച്ചിട്ടേ ബാക്കിയുള്ളൂ. പിന്നെന്താ നിങ്ങളെന്താ പറയണേ, ഒന്നുമില്ല. ഇപ്പൊ എല്ലാ റെസിപ്പിയും ഇപ്പം യൂട്യൂബിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ റെസിപ്പിയും നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ ഈ ഫിഷ് കറി ആരും കാണത്തില്ലെന്നൊക്കെ എനിക്കറിയാം, എങ്കിലും ചുമ്മാ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും കണ്ടിട്ട് എന്റെ ഫിഷ് കറി നോക്കിയൊക്കെ ഉണ്ടാക്കിയാലോ, എന്റെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയാലോ. നിങ്ങളേലും ഉണ്ടാക്കണം പ്ലീസ്, അത് നീ ഫോട്ടോ അയച്ചാണ്. അപ്പൊ എനിക്ക് സന്തോഷം. ചൂടാണോ, കുറച്ച് താമസമുണ്ട്, അത് കഴിക്കണം. പിന്നെ എന്നെപ്പോലെ കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ ട്രൈ ചെയ്യുമ്പോൾ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഈസിയാണ് ഈ റെസിപ്പി. നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന മാത്രമേ ഉള്ളൂ, തേങ്ങ ചിരണ്ടുന്ന എനിക്ക് ആക്ച്വലി ഇഷ്ടമല്ല പരിപാടി. പിന്നെ ഞാൻ തന്നെ ചെയ്തു, ആ ഒരു ഇതേ ഉള്ളൂ. വേറെ നമുക്ക് ഒന്നും പാടില്ല, സിമ്പിൾ. പക്ഷെ മുളകിട്ട മീൻ കറിക്ക് ആ ഒരു പാടില്ല കേട്ടോ, ഭയങ്കര ഈസി അത് ഉണ്ടാക്കാൻ. പക്ഷെ ഇത് കുറച്ചൊന്നും മെനക്കെടണം, ബട്ട് ടേസ്റ്റ് അടിപൊളിയാണ്. ഇതെന്തായാലും തിളച്ചു ചേർത്ത് അതിന്റെ ഒരു കളർ ഒന്ന് മാറും. പിന്നെ 2 ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ പറഞ്ഞത് ഒരു എസ്റ്റിമേറ്റ് ഒരു സംഭവം ഞാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പം
ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇതിന്റെ ഗ്രേവി എന്തായാലും മീൻകറിയുടെ ഒക്കെ ഇരിക്കുമ്പോഴത്തേനും ചട്ടിയിലും കൂടെ ഉണ്ടാക്കുമ്പോഴത്തേനും നന്നായിട്ട് ഇങ്ങനെ വറ്റിപ്പോകും. അപ്പോൾ കുറച്ച് കൂടുതൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഗ്രേവി വേണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡ്രൈ ആയിപ്പോ, മീൻ മാത്രം ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ഒരു ഡ്രൈ ആയി. അപ്പൊ അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയിപ്പോ. അപ്പൊ ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെക്കാം. ഞാൻ ഒരു എസ്റ്റിമേറ്റ് ആണ് 2 ഗ്ലാസ് പറഞ്ഞത്. ഇനിയിപ്പം ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഒഴിക്കാം. ഓക്കെ, തിളക്കട്ടെ. അതിന്റെ ഒരു കളർ മാറി വരും, ഒരു യെല്ലോ കളർ പോലെ വരും പുളിയുടെ അത് ഇറങ്ങുമ്പോഴത്തേനും. ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം തോന്നുന്നു കാണാം. എനിക്ക് ഇങ്ങനെ ക്യാമറ എടുത്തോണ്ട് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്, ബിക്കോസ് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ട്രൈപോഡിൽ വെച്ചിരിക്കുക. അല്ലാണ്ട് എനിക്ക് ഒരു കൈ ഫോണും ഒരു കയ്യിലും കൂടെ കുക്ക് ചെയ്യുന്നത് ഞാൻ അത്രയ്ക്ക് പ്രോ ആയിട്ടില്ല. അപ്പൊ അമ്മ വരുമ്പോൾ ഞാൻ അമ്മയുടെ കൊണ്ട് അമ്മയെ കൊണ്ട് എടുപ്പിക്കാം. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. ഇതിപ്പോ ഒന്നും അറിയില്ല. ഇതിപ്പോ പുളി ഇട്ടു, വെള്ളം തിളച്ചിട്ട് ഇതുണ്ടോ നല്ലൊരു തിളയ്ക്കുന്നാണ് പറയാലോ. അപ്പൊ ആ സമയം തന്നെ നമ്മൾ ഈ അരച്ച സാധനം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇടാം. വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലൊക്കെ ഒന്ന് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുകൂടെ കലക്കി വെക്കാം. അപ്പൊ കുറച്ചും കൂടി വെള്ളമാവും. ഇതൊന്നും കളയാൻ വേണ്ട. അപ്പൊ നിങ്ങൾ ഈ വെള്ളം കൂടെ വെച്ചാൽ കുറച്ച് ഭയങ്കര ഇങ്ങനെ ലൂസ് ആയിട്ടായിരിക്കും കിടക്കുക. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കുറച്ച് കഴിയുമ്പോൾ കുറുകും. ആണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആക്ച്വലി എന്റെ കുറച്ച് തിക്കായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. എന്നിട്ടാണ് ബാക്കി പരിപാടി. ഓക്കെ, തിളച്ചിട്ട് വേണം. സോ ഗൈസ്, നന്നായിട്ട് തിളച്ച് നിങ്ങൾക്ക് ഇത് ഇപ്പൊ കാണാം. കണ്ടത് തിളച്ച് പൊങ്ങിയായിരുന്നു. അപ്പൊ ഇത് ഈ ഒരു ഇതിലെത്തിക്കഴിയുമ്പോഴത്തേന് നമ്മളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും ചേർക്കണം. ഇത് പൊങ്ങി ചാടും തോന്നുന്നു, പാലൊക്കെ ചേർക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളിയും മുളകും ഇതിനകത്തേക്ക് ഇടാൻ പോകണം. അതോടെ ഇട്ടു. നന്നായിട്ട് മിക്സ്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഇച്ചിരി കുറച്ചിടണം. അത് തിളച്ച് വരുമ്പോൾ ഇച്ചിരി കുറച്ചിടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുണ്ടോ പൊങ്ങി ചാടും. ഇപ്പൊ കണ്ടില്ല തിളച്ച് വരുന്നത്. എന്നിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ടു. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് അല്ല ചതച്ച് വെച്ചിട്ടുണ്ട്, അതോടെ ഇടുന്നു. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് തക്കാളി ഒക്കെ ഒന്ന് വെന്ത് വരണം. അതുപോലെ ആ ഇഞ്ചിയുടെ വെളുത്തുള്ള ഫ്ലേവർ ഒക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കണം. അതിന് നന്നായിട്ട് തിളക്കണം. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കാം. തിളച്ച് കഴിയുമ്പോൾ ബാക്കി ചെയ്യാം. ഇത് ചെറുതായിട്ടും തിളച്ചു. അപ്പൊ ഈ ടൈമിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ബട്ട് ഇത്രയും തിളച്ചാൽ പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് തിളയ്ക്കണം. തക്കാളി ഒന്നും അല്ല വേവത്തില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ പോവാം. ഇപ്പൊ 3 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. കൂടുതലാകത്തില്ല ഏതായാലും, ബിക്കോസ് നമ്മൾ പുളി ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട്. അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ മീനും കൂടി ഇടില്ല. അപ്പൊ മീനിലും കൂടെ പിടിക്കാനുള്ള അത്ര ഉപ്പൊക്കെ വേണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് സെറ്റ് ആവട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇങ്ങനെ തിളച്ച് പൊങ്ങി വരും. ഒന്ന് തുറന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇടയ്ക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരുന്നതാണെങ്കിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. സിംഗിൾ ഇടിച്ചു ഇങ്ങനെ ഇതെവിടെ വെച്ചു. സെറ്റാണ് ഗൈസ്. അപ്പം ഇപ്പം ഓക്കെ ആണ്. ചിലപ്പം ഇതിന്ന് നമ്മളിപ്പോ മുമ്പ് ഇട്ട പുളിയില്ലേ, അപ്പൊ നമുക്ക് പുളി ഇപ്പൊ ഇത്തിരി കൂടുതലാണെന്നെല്ലാം തോന്നാം. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഇച്ചിരി ഒരു പുളി മുന്നിലുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ തക്കാളി ഇട്ടു, പുളി ഇട്ടു, അപ്പത്തേനും പുളി കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നുകൂടെ തിളയ്ക്കുമ്പോഴത്തേനും ഒരു പുളി കൂടിപ്പോയി എന്ന് തോന്നിയാൽ നമ്മൾ അതിൽ നിന്നൊരു
എന്താ പുളിയുടെ കഷ്ണം എടുത്ത് അങ്ങ് മാറ്റിയാൽ മതി. അതൊക്കെ അറിയായിരിക്കും എല്ലാവർക്കും, എങ്കിലും ഞാൻ പറഞ്ഞു, ഒരു കഷ്ണം എടുത്ത് മാറ്റിയാൽ മതി. അപ്പൊ പിന്നെ പുളി കണ്ടോളാം. അപ്പൊ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ എന്റെ കയ്യിൽ മാത്രം കിട്ടുന്ന ടിപ്സ് ആണ്. ഇങ്ങനെ തിളച്ച് പാലൊക്കെ പൊങ്ങി വരുന്നാൽ പൊങ്ങിയൊക്കെ വരും. അപ്പൊ ഇതൊന്ന് ആവട്ടെ. അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. വീണ്ടും വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. നമ്മളിത് മീൻ ഓരോന്നോരോന്നിട്ട് ഇട്ട് കൊടുക്കാൻ പോകും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട്. അമ്മ ഇപ്പൊ ഒന്നും വരും തോന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളൊരു ക്ലോസപ്പ് ഷോട്ട് കാണിക്കാൻ നോക്കൂ. നമ്മൾ മീൻ ഇട്ടു, കണ്ടോ, ഇട്ടതേ ഉള്ളൂ. അപ്പം അധികം ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളത്തിലൊന്നിങ്ങനെ ചാറിലൊന്നിങ്ങനെ മുങ്ങി കിടക്കുന്ന പോലെ ആക്കിയിട്ട് അടച്ചു വെക്കാം. ഓക്കെ, നമ്മള് ഇത് വെന്തതിന്റെ ആക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതേപടി അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ്സ് മതിയായിരിക്കും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിതിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. എങ്കിലും എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കണം, നന്നായിട്ട് വേവണം. മീനൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അതാണ് മെയിൻ പരിപാടി, അതിലാണ് ടേസ്റ്റ് ഫുൾ ഇരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ താളിച്ച് ഒഴിക്കും. ഭയങ്കര ടേസ്റ്റി ആട്ടോ മീൻകറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചോറിന് ഇത് മാത്രം മതി, വേറെ കറികളുടെ സൈഡായിട്ട് ഒന്നും വേണ്ട, മീൻകറി മാത്രം മതി. എനിക്ക് ആക്ച്വലി അമ്മ ഉണ്ടാക്കുമ്പം ഞാൻ ഈ സൈഡിൽ വന്നിന്ന് കമന്ററി പറയുന്നതല്ലാണ്ട് ഞാൻ കുക്ക് ചെയ്യുമ്പം വീഡിയോ എടുക്കുന്നത് ആക്ച്വലി എനിക്ക് അറിയത്തില്ല. കുറച്ച് സീനാണോ അത്, എനിക്ക് ഞാൻ തന്നെ എല്ലാം സംസാരിക്കണം. മറ്റേ അമ്മ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഞാൻ പഠിച്ചു തരുന്നുള്ളൂ കേട്ടോ, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. അപ്പൊ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കാണാം. ഓക്കെ, തിളക്കട്ടെ. പക്ഷെ വേവണം, നന്നായിട്ട് വേവണം. തിളച്ചവർക്ക് ഓഫാക്കി വെച്ചിട്ട് പോകരുത്. നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു സാധനം ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാം. സോ ഇത് തിളച്ച് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു മൈക്ക് ഓഫ് ആയിരുന്നു. ഇത് തിളച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ ഈ ഞാൻ പറഞ്ഞ സാധനം ചെയ്യാൻ വേണ്ടി പോകരുത്. ഇതൊരു ഹാഫ് കുക്ക്ഡ് ആയിക്കുമ്പോഴത്തേനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കുമ്പോൾ കാണാം മീൻ്റെ ആയിരുന്നു അറിയില്ല, മീൻ വേവാൻ വേണ്ടി മൊത്തം എന്തില്ല എങ്കിൽ ഒരു ഹാഫ് വേ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് പയ്യെ ഈ പരിപാടി തുടങ്ങാം. സോ ഇതെന്താന്ന് വെച്ചാൽ നമ്മളിതിന്റെ ഇടാനുള്ളൊരു താളിച്ച് നമ്മളിങ്ങനെ ചേർക്കും. അതിലാണ് ഈ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് നമ്മള് എണ്ണ നല്ല ലോ ഫ്ലെയിമിൽ കണ്ടിട്ട് ഇവിടെ എന്തൊരു പൊട്ടിത്തരും, അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് കഴിക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മള് എണ്ണ വയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് എണ്ണ അയച്ചു കൊടുത്തു. പിന്നെ എണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് കടുക്, പിന്നെ ഉലുവ, പിന്നെ കറിവേപ്പില, അത് നമ്മൾ മുമ്പ് അരിഞ്ഞ് വെച്ചിരുന്ന ചുവന്നുള്ളി, ചെറിയ ഉള്ളി. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സ്പീഡിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറിംഗ് ഇരിക്കും. സോ നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് കടുക് വാരിയിടാം. മമ്മാജി വരുന്നുണ്ട്, നമ്മ ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ കയറി വരുന്നു. ഒന്നാമത് ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, പിന്നെ നമുക്ക് ഫോണും കൂടെ വിളിച്ചു. ഓക്കെ, അയ്യോ അയ്യോ, കടുക് കുറച്ച് മതി നമ്മൾ പറഞ്ഞു. ഓക്കെ, ആക്ച്വലി എണ്ണ ചൂടായില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടേണ്ടത്. ഇപ്പൊ പൊട്ടായിരിക്കും, പൊട്ടിയിട്ട് നമുക്ക് ഉരുവിടാം. സ്ഫോടനം നടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉലുവിടാം. ഈ അളവൊന്നും ഞാൻ പറയാത്ത, ഇതൊക്കെ എനിക്ക് ആക്ച്വലി ഇതൊക്കെ എൻ്റെ ഒരു കൈ അളവ് അങ്ങനെ പറയത്തില്ല നമ്മള്. എനിക്ക് തോന്നുന്നു ഇത്ര ഞാൻ ഇടുന്നു, എനിക്കറിയാം ഇത്രയായിരിക്കും ആ ഒരു അളവിലാട്ടോ. എനിക്ക് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഇത്ര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില അല്ല സോറി, ഉള്ളി ആദ്യം ഒന്ന് ഉള്ളി ഇട്ട് കൊടുത്തു. നമുക്ക് പുറകെ തന്നെ കറിവേപ്പില എനിക്ക് നല്ല ഇഷ്ടം, അതാണ് ഞാൻ കുറച്ചിട്ടു. ഓക്കെ, അങ്ങനെ നമുക്ക് ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നതിന് നമുക്ക് നിർത്താം. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ ഇനി അപ്പൊ കാണാം.
സോ നമ്മുടെ മാനാജി എത്തി ഒളിച്ചിരിക്കാ കണ്ടോ. അപ്പൊ എന്നും അമ്മയാണ് മീൻകറി ഉണ്ടാക്കുന്നത്. ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുത്തിരിക്കുക, ഞാനാണ് ഇവിടുത്തെ മീൻകറി സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. എന്തൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല, കേൾക്കാവോ? എനിക്ക് പണി എളുപ്പമുണ്ടല്ലോ. എന്നറിയോ അമ്മ ഉണ്ടാക്കണ്ടല്ലോ, മീനൊക്കെ മേടിച്ചോണ്ട് വരുമ്പത്തേനും കൊച്ചുണ്ടാക്കും, അവളുണ്ടാക്കിയ നല്ലതാണൊക്കെ അങ്ങോട്ട് പറയും. എന്താ പകുതിയിൽ തള്ള അമ്മക്ക് ചെയ്യണ്ടല്ലോ, ഞാൻ എല്ലാം ചെയ്തോളൂ അതിന് വേണ്ടിട്ട്. പക്ഷെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടോ? അമ്മ പറയുന്നത് കേൾക്കാന്ന് അറിയത്തില്ല. സോറി, എന്നെ കുറിച്ച് പുകഴ്ത്തിയാൽ നിങ്ങളെല്ലാം കേട്ടാവും. ഉണ്ടാക്കുന്നതിന് രുചിയുണ്ട്, പക്ഷെ അത് വല്ല കാലത്തും നീലക്കുറിഞ്ഞ് പൂക്കുന്ന പോലൊക്കെ സംഭവിക്കാറുള്ളൂ. പക്ഷെ ഉണ്ടാക്കിയാന്നല്ലോ. വിളിക്കണ്ടായിരുന്നു കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ സാധനം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പൊ ഒരു ഒച്ച വെക്കുമ്പോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്റെ വകയുള്ള വേറൊരു പ്രോ ടിപ്പാണ്, ഇതിട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക, ഇളക്കരുത്, അതേപടി അടച്ചു വെക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നതിന്റെ മൈക്ക് ഓഫ് ആയെന്നാണ്. ഇപ്പൊ താഴെ വേണേ. ഓക്കെ, അതേപടി അടച്ചു വെക്കുക. അപ്പൊ ഇളക്കരുത്. ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇളക്കണം. അപ്പൊ ഇപ്പൊ ഈ ഇട്ട സാധനത്തിന്റെ ആ ഒരു മണവും ആ ഒരു സംഭവമൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. പ്രോ ടിപ്പ്, ഇത് വേറെ എവിടെയും കിട്ടത്തില്ല, എന്റെ മാത്രം കിട്ടുള്ളൂ. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇല്ലേ അമ്മേ? നമുക്കിത് ഇളക്കാം. നമ്മൾ ഇളക്കിയില്ലായിരുന്നല്ലോ ഈ സാധനങ്ങളൊക്കെ. ഏറ്റു കഴിഞ്ഞ് ഇളക്കിയ കൊറേ നേരമായി. അതെ, കഷ്ണം ഒന്നും ഉടഞ്ഞു വരരുത്. പയ്യ ഇങ്ങനെ ഇത് ഇങ്ങനെ ആട്ടിയാട്ടി കൊടുക്കണം. വാവ്, ഞാൻ ഓർത്തു ഭയങ്കര ഗ്രേവി ഭയങ്കര ലൂസ് ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ നടക്കണം. എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഇഷ്ടമാണ്. കണ്ടോ തിക്കാ. ഞാൻ ഇപ്പൊ തന്നെ ചോറിനാൻ പോവാം. ഞാൻ കുറെ നേരത്തെ കഴിച്ചു, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കുന്നത്. സോ ഗൈസ്, നല്ല ചൂടുള്ള മീൻകറി ചോറ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ടേസ്റ്റ് കാണിക്കാം. ഇനി അവിടെ വരെ കൊണ്ടുവന്ന് നോക്കി പയ്യ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര ചൂടുണ്ട്. നിങ്ങളോർക്കും അമ്മയ്ക്ക് കൊടുക്കുന്നില്ലെന്ന്. അമ്മയ്ക്ക് ഒരു നോമ്പാണ് ഗൈസ്. സോ അമ്മ മീൻ കൂട്ടത്തില്ല. പിന്നെ ഈ മീൻകറിയൊക്കെ നാളെ വേണമല്ലോ ഏറ്റവും ടേസ്റ്റ്. പക്ഷെ തേങ്ങ അരച്ചാണ്ട് ചിലപ്പോൾ കേടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഫ്രിഡ്ജിന്റെ സഹായം തരുക, ഒന്ന് കഴിക്കണം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഞാൻ ഉപ്പാവാം, ഇച്ചിരി പുളി കൂടുതലുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ടില്ല, ഞാൻ മറന്നു. ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഉപ്പിട്ടില്ല. അപ്പൊ അതേ ഉള്ളൂ, ഉപ്പിത്തിരി കുറവാ. പിന്നെ നമുക്ക് മീനിന്റെ ഒരു കഷ്ണം വെച്ചേക്കാം. ഭയങ്കര ചൂടാ. പുളി എടുത്ത് തുടങ്ങിയിരുന്നു. പുളിയൊക്കെ ഞാൻ എടുത്തിരുന്നു ബീസ്. പക്ഷെ ഇപ്പൊ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിച്ചുടണം. ഭയങ്കര ടേസ്റ്റി. അപ്പം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെ